ഞാൻ ചെട്ടുമല്ലി കൃഷിക്ക് വള്ളി കെട്ടുക. ഇങ്ങനെ 2-3 കെട്ടുകൾ കെട്ടണം. ഇങ്ങനെ കെട്ടണം. കെട്ടുമ്പോൾ നമ്മൾ ഈ കെട്ടണയ്ക്ക് മുന്നേ ഈ കുറ്റി ഇടൂല. അപ്പോൾ ഈ കുറ്റി എന്താ വെച്ചാൽ കപ്പയാണ് ഇടണേ. കണ്ട എല്ലാം അവിടെ കപ്പ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടവിള കൃഷിയായിട്ട് വെണ്ട നട്ടിട്ടുണ്ട്. വെണ്ട അപ്പോൾ വെണ്ട നട്ടിട്ടുണ്ട്. പിന്നെ ഈ കപ്പ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കപ്പ ചെടിയുടെ സീസൺ കഴിയുമ്പോൾ നമുക്ക് ഈ കപ്പയ്ക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. വെണ്ട കൃഷി ഇടവിളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെട്ടുമല്ലി കണ്ട മൊത്തം ചെട്ടുമല്ലി നട്ടിട്ടുണ്ട്. അപ്പോൾ ചെട്ടുമല്ലി എല്ലാത്തിനും ഞാൻ കപ്പയാണ് ഇട്ടേക്കണത്. കപ്പയുടെ കുറ്റിട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ചെട്ടുമല്ലിയുടെ സീസൺ കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞതാ പയറാണ്. ഓണക്കൃഷിക്ക് വേണ്ടി പയറ് നട്ടേക്കണേ. പയറാണ് ഓണക്കൃഷിയുടെ പയറ്. അത് കൂർക്കയാണ് കേട്ടോ. കൂർക്ക. ഇത് ചുവന്ന മധുരക്കിഴങ്ങ്. ചുവന്ന മധുരക്കിഴങ്ങ്. അത് പയറ്. ഇതും പയറ്. ചേമ്പിൻ്റെ ഇടയ്ക്ക് ഒരേ പയറിട്ട് കൊടുത്തതാന്ന് വെച്ചാൽ ചേമ്പിൻ്റെ ഇടയിലൊക്കെ പയറുണ്ടായി നിൽക്കുമ്പോൾ മയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്കൊക്കെ പയറിട്ടേക്കണത്. ഇവിടെ കുറച്ച് പയറ് നട്ടിട്ടുണ്ട്. ഇവിടെ പയറ് ഓണക്കൃഷിയുടെ പയറിട്ടുണ്ട്. ഇത് കൂർക്കയാണ്. കൂർക്ക നല്ല ഇനം കൂർക്കയാണ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയത്. ഇതും മധുരക്കിഴങ്ങ്. വെള്ളയാണ് മധുരക്കിഴങ്ങുണ്ട്. അപ്പോൾ ഈ കൃഷി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ലൈക്ക് ചെയ്യുക.